ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 30-ാമത്തെ ശ്ലോകം. ദേഹീ നിത്യമപദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. അതായത് ഭരതവംശജനായ അർജുന, ജീവജാലങ്ങളുടെ ദേഹത്തിൽ വസിക്കുന്ന ഈ ആത്മാവ് ഒരു കാലത്തും നശിക്കുന്നില്ല. അതുകൊണ്ട് നീ ഒരു ജീവിയെക്കുറിച്ചോർത്തും ദുഃഖിക്കേണ്ട എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. ജീവികളുടെ ദേഹത്തിൽ വസിക്കുന്ന ആത്മാവിന് ഒരു കാലത്തും നാശമില്ല എന്ന് കൃഷ്ണൻ ഇവിടെ അർജുനനോട് ഉറപ്പിച്ച് പറയുകയാണ്. ആത്മാവിൻ്റെ ഉപാധിയായ ദേഹം മാത്രമേ നശിക്കുന്നുള്ളൂ അർജുന. ദേഹം നിരന്തരം നശിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിലിരിക്കെ നീ എന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് അർജുന? ഈ പ്രപഞ്ചമാകെ നമ്മുടെ ശരീരവും ആകെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണമായ ഒരു അനശ്വര സത്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതിനൊരിക്കലും ഒരു നാശവും സംഭവിക്കുന്നില്ല. നമ്മൾ ദുഃഖിക്കുമ്പോഴും അത് ദുഃഖിക്കുന്നില്ല, നമ്മൾ വേദനിക്കുമ്പോഴും അത് വേദനിക്കുന്നില്ല, നമ്മൾ മരിക്കുമ്പോഴും അത് മരിക്കുന്നില്ല. അത് നിത്യശുദ്ധ മുക്തമായി തന്നെ നിലകൊള്ളുന്നു അർജുന. നീ എൻ്റെ മനസ്സ് ഒരിക്കലും ചഞ്ചലമാകരുത് അർജുന. നീ ഒരു ക്ഷത്രിയനാണ്. മാത്രമല്ല, നീ ഇപ്പോൾ നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. ഒരു യോദ്ധാവിന് ഉണ്ടായിരിക്കേണ്ട ചിന്തയല്ല നിനക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിനക്കുണ്ടായിരിക്കേണ്ടത് യുദ്ധത്തിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത്. നിന്റെ ശ്രദ്ധ തെറ്റിയാൽ നീ പരാജയപ്പെടും. ഒരു യോദ്ധാവിന്, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു യോദ്ധാവിന് ചിന്തിക്കാൻ പോലും അവസരമില്ല. ഏത് ഭാഗത്തുനിന്നും എപ്പോഴാണ് തൻ്റെ നേർക്ക് അസ്ത്രം വരിക എന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള നീ ഒരു യുദ്ധക്കളത്തിൽ വെച്ച് ഒരു സന്യാസി ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. ഒരു ഗുഹയിലിരുന്ന് തപസ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. അതിനുള്ള സമയമല്ല ഇപ്പോൾ ഇവിടെ. നീ പരാജയപ്പെട്ടാൽ, നിന്റെ ചിന്ത മറ്റൊരു രീതിയിലേക്ക് പോയാൽ നീ ആശയക്കുഴപ്പത്തിലാകും. ആശയക്കുഴപ്പത്തിലായാൽ പിന്നെ അത് തൻ്റെ നാശത്തിന് കാരണമാകും. അത് നിന്നെ പശ്ചാത്താപത്തിലേക്ക് നയിക്കും. കുറ്റബോധമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം അർജുന. കുറ്റബോധമുണ്ടായാൽ പിന്നെ അവന് ഒരു കാര്യത്തിലും വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ക്ഷത്രിയനായ നിനക്ക് ധാർമ്മ്യമായ യുദ്ധം തന്നെയാണ് ശ്രേയസ്കരമായിട്ടുള്ളത്. ആ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ നീ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം പൊരുതുക എന്നതാണ്. നീ ഇവിടെ പൊരുതി ജയിച്ചാൽ നിനക്ക് എല്ലാ സ്ഥലത്തും വിജയശ്രീലാളിതനാകാം. എന്നാൽ നീ ഇവിടെ പരാജയപ്പെട്ടാൽ നിനക്ക് പിന്നെ ഒരു സ്ഥലത്തും വിജയിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് ഓരോരുത്തരുടെയും ധർമ്മം അറിഞ്ഞ് മുന്നോട്ട് പോകണം. ഒരു യോദ്ധാവ്, ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു ക്ഷത്രിയൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നീ ഇപ്പോൾ പൊരുതി ജയിക്കണം. അതാണ് നിന്റെ കർത്തവ്യം. അതുകൊണ്ട് ആ ആത്മാശക്തിക്ക് വേണ്ടിയാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ആത്മാവിന് നാശമില്ല, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. അത് ആര് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. പിടിച്ചു നിർത്താൻ കഴിയാത്തതിനെ ഓർത്ത് നീ എന്തിനാണ് അർജുന ദുഃഖിക്കുന്നത്? അത് നിന്റെ ധർമ്മത്തിൽ നിന്ന് നിന്നെ വ്യതിചലിക്കാൻ ഇടയാക്കും. ഇപ്പോൾ നിന്റെ കർത്തവ്യം യുദ്ധം ചെയ്യുക എന്നതാണ്. അങ്ങനെ അർജുനനെ യുദ്ധവീര്യം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കൃഷ്ണൻ ഈ തത്വം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും.